സിക്കന്ദർ, സൽമാൻ ഖാൻ്റെ ചിത്രം, മഫിൽ മാൻ. അദ്ദേഹത്തിൻ്റെ ശരീരം മൊത്തം മഫിലാണ്. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ജനങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്ന നായകനായിരുന്നു ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറയും. സൽമാനിൻ്റെ ചിത്രങ്ങളെല്ലാം വിജയിച്ച കൂട്ടത്തിലാണ്, കോടികൾ തൂത്തുവാരിയതായി. ഇപ്പം എന്തോ അവരെല്ലാം ഹിന്ദിയിൽ നിന്ന് ഇറങ്ങുന്ന ചിത്രങ്ങളെല്ലാം തികഞ്ഞ പരാജയമാണ്. സ്റ്റൈലൊന്നും മാറുന്നില്ല, കഥയ്ക്ക് യാതൊരു വ്യത്യാസമില്ല. ആ രീതിയിലാണ് ഇവരുടെ ഒരു പോക്ക്. അത് തന്നെ പല അഭിനേതാക്കൾക്കും സിനിമയിൽ അഭിനയിക്കണമെന്നൊരു തോന്നലൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കാശ് മേടിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ് അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം കാണുന്നത്. പണ്ട് ഷാരൂഖ് ഖാൻ്റെ സിനിമകളൊക്കെ നമ്മൾ കുത്തിയിരുന്ന് ആ സമയത്ത് പോയിരുന്ന് കാണും. ദിൽവാലെ ദിൽദുനിയ, ലേ ജായേങ്കി അല്ലേ, അങ്ങനെ എത്രയോ ചിത്രങ്ങളുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ചിത്രമുള്ളത്. അങ്ങനെ ഒത്തിരി ചിത്രങ്ങളുണ്ട്. സൽമാൻ്റെ ഈ അമീർ ഖാൻ്റെ ചിത്രങ്ങൾ, ഗജനി ഇല്ലേ, അങ്ങനെ ഒത്തിരി ചിത്രങ്ങളുണ്ട്. മലയാള സിനിമയും അതുപോലെ തന്നെ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ത്രയത്രങ്ങളാണ് ഈ സൽമാൻ, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ. അത് സൽമാനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി നല്ല ചിത്രങ്ങൾ. മേനെ പ്യാർ കിയ, സൽമാൻ്റെ ചിത്രമല്ലേ, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല, അതുകൊണ്ട് പേര് തെറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പം അങ്ങനെ ഒത്തിരി ചിത്രങ്ങളുണ്ട്. ഈ സിക്കന്ദർ ഞാൻ കാണാൻ പോയതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ സിക്കന്ദർ ഇറങ്ങുന്നതിന് മുമ്പ് എമ്പുരാന് ഒത്തൊരു എതിരാളിയാണ് സിക്കന്ദർ എന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞു. കാരണം എമ്പുരാൻ്റെ റിലീഫ് മണ്ടത്തരമാണ്. കാരണം സൽമാൻ്റെ ചിത്രം 30-ാം തീയതി റിലീഫ്, 30-ാം തീയതി എങ്ങാണ്ടോ അല്ലായിരുന്നു, 28-ാം തീയതി, പിന്നെ മാറ്റി വെച്ചാന്ന് തോന്നുന്നു. 30-ാം തീയതി റിലീഫുണ്ട്. തമിഴിൽ നിന്ന് ധീര വീര സൂര്യ എന്ന് പറയുന്ന വിക്രമിൻ്റെ ചിത്രം റിലീഫുണ്ട്. അതുകൊണ്ട് കളക്ഷനെ ഇത് കാര്യമായി ബാധിക്കും എന്നൊക്കെ എല്ലാവരും അന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ട് എന്നറിയണമല്ലോ. അത് കൃത്യമായിട്ട് പോയി കണ്ടപ്പോൾ മനസ്സിലായത് ഇത് വെറും പാഴ്, ഇത് എമ്പുരാൻ്റെ 7 അയലത്ത് വരുത്താൻ കൊള്ളുന്നൊരു ചിത്രമല്ല. പ്രത്യേകിച്ച് ഇതിന് വ്യക്തമായിട്ടൊരു കഥയില്ല, എന്തൊക്കെയോ ആരൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അവസ്ഥയാണ് ആ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. ആക്ഷൻ രംഗങ്ങളിലൊക്കെ പഴയ സ്റ്റൈല് തന്നെ. ഇതൊന്നും ഇപ്പോഴും മാറിയിട്ടുള്ള വിവരമൊന്നും ഇവർക്കറിയില്ല. ഈ മുരുകദാസ് എന്ന് പറയുന്ന സംവിധായകൻ തമിഴിലെ പ്രൊഫഷണൽ സംവിധായകനായിരുന്നു. ഗജനി, സൂര്യയുടെ ഗജനി അല്ലേ, ഗജനി. അതുപോലെ അമീർ ഖാനെ വെച്ച് ഹിന്ദി ചെയ്തു. അതൊരു കത്തി പുള്ളിയുടെ ചിത്രമാണ്. തുപ്പാക്കി വിജയുടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചിത്രമാണ്. വളരെ പ്രതീക്ഷയുള്ളൊരു സംവിധായകനായിരുന്നു. പക്ഷേ എന്താണ് പുള്ളി കാണിച്ചു വച്ചേക്കുന്നതെന്ന് ഒരു പിടിയില്ല. രാജകൊട്ടാരമൊക്കെ കാണിക്കുന്നത്. രാജകൊട്ടാരത്തിലെ രാജാവ് സൽമാൻ ഷർട്ടുമൊക്കെ ഇട്ട് എപ്പോഴും ഒരു സ്റ്റൈൽ ഓഫ് മെത്തേഡും നടത്തും. മഫിലൊക്കെ പിരിപ്പിച്ച് അദ്ദേഹത്തെ പുള്ളിയുടെ മുഖത്തൊന്നും പാവം വരുന്നില്ല, മുഖത്ത് വരെ മഫില, കണ്ണിലുമൊക്കെ മഫിലായിട്ടിരിക്കുക. അപ്പം പാവമൊന്നും വരേണ്ട കാര്യമില്ല. പുള്ളിക്ക് അല്ലാതെ തന്നെ ഒരു പാവമുണ്ട് മുഖത്ത്, അഹംഭാവം എന്നൊരു സാധനം. അതാണ് ഈ സിനിമയിലുടനീളം നമുക്ക് കാണാം. കാരണം പുള്ളിക്ക് യാതൊരുവിധ താല്പര്യമില്ല ഈ സിനിമയിൽ അഭിനയിക്കാനൊന്നും. എന്തിനു താല്പര്യമില്ലാതെ അഭിനയിക്കുന്നതെന്ന് നമ്മൾ തോന്നി. മുഖത്തൊരു എന്താ പറയുന്നത്, സിനിമയൊക്കെ ഒത്തിരി മാറി എന്നുള്ളത് ഈ മനുഷ്യരൊന്നും മനസ്സിലാക്കിയില്ല എന്നുള്ളത്. ഇന്ത്യയിലെ താരങ്ങൾ പൊതുവെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഷാരൂഖ് ഖാൻ്റെ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും അല്പം സാമാന്യം നല്ല കളക്ഷൻ നേടുന്നത്. അദ്ദേഹം ഒരുമാതിരി ടൈമിനത്തിന് മാറ്റം ആഗ്രഹിച്ചു. അമീർ ഖാനും പണ്ടങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അമീർ ഖാൻ്റെ ചിത്രങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം രശ്മിക മന്ദാനെ ഒന്നങ്ങാണ്ട് നമുക്ക് ഈ നടിമാരുടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പേരറിയില്ല. ഇതൊക്കെ പേര് തെറ്റിപ്പോയിട്ടങ്ങ് ക്ഷമിക്കാനേ. ആ നടിയാണ് അവിടുത്തെ മികച്ച വലിയൊരു നടിയാണെന്നാണ് പറയുന്നത്. രാജ്ഞി പുള്ളിയാണ്, രാജാവ് സൽമാനുമാണ്. അങ്ങനൊരു കഥയാണ് പറയുന്നത്. ഈ മിക്കവാറും ഈ ചിത്രങ്ങളിലൊക്കെ പാവങ്ങളെ സഹായിക്കുക, പാവങ്ങളുടെ കൂടെ ആഹാരം വിളമ്പി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയാണ് ഇവർ പിന്തുടരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുട്ടിന് കഥയൊന്നുമില്ല,
ഇടയ്ക്കിടയ്ക്ക് ഇടിയുണ്ടാക്കുക, അടിയുണ്ടാക്കുക, പാവങ്ങളെ സഹായിക്കുക, ഈ രീതിയിൽ നായകൻ പോകുന്നു. ആ രീതിയിൽ തന്നെയാണ് ഈ ചിത്രം പറഞ്ഞു പോയത്. മുരുകദാസിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ചിത്രം പ്രതീക്ഷിച്ചതേ ഇല്ല. മുരുകദാസിൻ്റെ ചിത്രങ്ങളൊക്കെ സാമാന്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയതാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റണ്ട് രംഗങ്ങളിലൊക്കെ നമ്മൾ ഈ അതിമാനുഷിക ശക്തിയുള്ള മനുഷ്യരെയൊക്കെ കാണാം. എന്നാലും സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ചിത്രങ്ങളാണ്. കാരണം സിനിമയാണ്, നമുക്കത് പ്രത്യേകം പറയാം. പക്ഷേ ഇത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് പറ്റിയ മനുഷ്യനെന്നറിയില്ല. ഒന്നുകിൽ സൽമാൻ ഖാൻ പുള്ളിയെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, പുള്ളി സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഒരു മോശപ്പെട്ട ചിത്രമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. റിലീഫിന് മുമ്പ് പ്രീഫെയിലടുത്ത് 16 കോടി നേടിയൊരു ചിത്രമായിരുന്നു. ഇപ്പം 16 കോടി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ വിഷയമല്ല. നമ്മൾ എമ്പുരാൻ കണ്ട് 50 കോടി 100 കോടിയൊക്കെ കണ്ട വ്യക്തികളാണ്. അപ്പോൾ ഈ 16 കോടിയൊന്നും നമ്മൾ, പക്ഷേ മാധ്യമങ്ങളെല്ലാം വളരെ 16 കോടി പ്രീഫെയിലിൻ്റെ ഈ ചിത്രമാണ് വരുന്നത്. പക്ഷേ ബുക്കിങ്ങിൻ്റെ ഒരു സമയത്ത് പോലും എമ്പുരാന് ഒരു ഭീഷണിയായിട്ട് വന്നില്ല ഈ ചിത്രം എന്നുള്ളത് വേറെ ഒരു പ്രത്യേകത. ഇന്ന് റിലീഫിൻ ഡേറ്റിൽ പോലും എമ്പുരാൻ 25,000 26,000 ടിക്കറ്റ് ഒരു മണിക്കൂർ വിറ്റുകൊണ്ടിരുന്നപ്പോഴും 13,000 കൂടുതൽ മണ്ടയ്ക്കിട പോയില്ല. ചിത്രം ഇറങ്ങിയതിന് ശേഷം ആദ്യ ഷോ കഴിഞ്ഞപ്പം അതിലും പരിതാപകരമായ 6,000 7,000 ടിക്കറ്റിൽ ഒക്കെ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. കാരണം ചിത്രം പരാജയമാണോ വിജയമാണോ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സാധാരണ ഈ മിക്കവാറും പടങ്ങൾക്ക് നമ്മുടെ എമ്പുരാനൊക്കെ 10-8 പോയിൻ്റൊക്കെയാണ് വരുന്നത്. ഇത് 6 പോയിൻ്റ് ജില്ലാനൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥ. സിനിമ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ പോലല്ല. ഇപ്പോൾ ഏത് ഭാഷയിലെ ചിത്രങ്ങളും നമ്മൾ വിരൽത്തുമ്പിൽ കിട്ടുന്ന സന്ദർഭങ്ങളാണ്. അതൊന്നും ഇന്ത്യ സിനിമാ ലോകം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഷാരൂഖ് ഖാൻ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പരീക്ഷണ ചിത്രങ്ങളുമായിട്ട് അമീർ ഖാൻ പലപ്പോഴും അമീർ ഖാൻ്റെ ഒന്നും ചിത്രം കാണില്ല. ഇന്ത്യൻ സിനിമാ ലോകം എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യൻ എന്താ പറയുക, സിനിമയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ തെലുങ്ക്, കന്നഡ, തമിഴ്, ഇപ്പം മലയാളവും, ആ ചിത്രങ്ങളാണ് ഇന്ത്യയിലുടനീളം പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രങ്ങൾ. പ്രാദേശിക ഭാഷയിൽ നിന്നൊക്കെ നല്ല ചിത്രങ്ങൾ വരുന്നത്. പക്ഷേ ഹിന്ദി മാത്രം താഴോട്ടാണ് പോക്ക്. കോടികളുടെ കണക്കൊന്നുമില്ല. കിട്ടിയാൽ തന്നെ വല്ലച്ചാലും വല്ലാത്ത അവസ്ഥയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എമ്പുരാനുമായിട്ട് പൊരുതാൻ വേണ്ടി ഒരു ചിത്രം വന്നിട്ട് ഇത് ഇത്ര ദയനീയമായിരിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. പലപ്പോഴും നമുക്ക് ചിരിക്കാം. ചിത്രത്തിൽ ചിരിക്കാൻ പറ്റിയത്, നമുക്ക് ഭാഷ അറിയാമായിട്ട് ചിരിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ സൽമാൻ ഖാൻ്റെയൊക്കെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു മണ്ണ് കപ്പി. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. നായികയും അവരെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ കാര്യത്തിലും ഇടപെടുന്നൊരു നായകനാണ്. ഏത് കാര്യത്തിലും ഇടപെടും. പാവങ്ങളുടെ രക്ഷകനാണ്. ആ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കാലത്താണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ആൾക്കാർ നായകനെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു അല്ലേ, ആ അവസ്ഥയിലാണ്. പിന്നെ തമിഴ് സംവിധായകനായതുകൊണ്ടാകാം അദ്ദേഹം സത്യരായനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കാജൽ അഗർവാൾ എന്ന് പറയുന്ന വ്യക്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പല തമിഴ് താരങ്ങളും അഭിനയിക്കുന്ന കണ്ടു. ആരൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞാലും നായകൻ സൽമാൻ ഖാൻ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് അഭിനയിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും ഈ പടം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് വരുന്നുമില്ല. കളക്ഷൻ്റെ കാര്യത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഒരു പരാജയ ചിത്രം കൂടി ഹിന്ദിയിൽ നിന്നുണ്ടായി എന്ന് മാത്രമേ ഈ ചിത്രത്തെപ്പറ്റി പറയാനുള്ളൂ. എല്ലാ ചിത്രങ്ങൾക്കും പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണും. ഇതിനകത്ത് പോസിറ്റീവായിട്ട് എന്തുണ്ട് എന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊന്നുപോലും എൻ്റെ മനസ്സിൽ വരുന്നില്ല. അതാണ് അവസ്ഥ. അപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചിത്രത്തെ സംബന്ധിച്ച് പലപ്പോഴും പല കാഴ്ചപ്പാടായിട്ടായിരിക്കും ഓരോരുത്തർ ചിത്രം കാണുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടാം. തിയേറ്ററിൽ പോയി കാണുക. എൻ്റെ അഭിപ്രായം കേൾക്കണ്ട.
ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനങ്ങനെ പൊതുവെ ഹിന്ദി പടങ്ങളൊന്നും വലുതായിട്ട് കാണുന്നതല്ല. പിന്നെ എമ്പുരാന് പുറത്ത് ഒരു എതിരാളി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഒന്ന് കണ്ടിരിക്കാം എന്ന് വിചാരിച്ചു. എതിരാളിയാണെന്ന് അറിയണമല്ലോ. എതിരാളി പോയിട്ട് ഒരു പോരാളി പോലും ആകാൻ നടന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.